സംസ്ഥാനത്തെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അകലെയാണ്. അടുത്ത കൊല്ലം ഏപ്രിൽ 2ാം വാരത്തിന് ശേഷമേ ഇത് നടക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും കേരള ജനത ഇന്നേ അക്ഷമരാണ്. അത് മനസ്സിലാക്കി തന്നെ മുന്നണികൾ പരസ്യമായും രഹസ്യമായും അവരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇതിനാക്കം കൂടുകയും കേരളം തികഞ്ഞ രാഷ്ട്രീയ ചൂടിലേക്ക് കടക്കുകയും ചെയ്യും. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോഴേ ചില നിർണായക മണ്ഡലങ്ങളിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇത്തരം ചർച്ചകളിൽ കൂടുതൽ പ്രാധാന്യം തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ ആര് വെന്നിക്കുടി പാറിക്കും എന്നാണ്. അതിന് ഒന്നിലേറെ കാരണങ്ങളുണ്ട് താനും. നേമത്തിന് എന്താണ് പ്രത്യേകത? അതിനൊരു കാരണമുണ്ട്. 2016 BJP ഒ രാജഗോപാലിലൂടെ തങ്ങളുടെ ആദ്യ സീറ്റ് അവിടെ നേടിയെന്നുള്ളതാണ്. ആ അക്കൗണ്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിയിലൂടെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. എങ്കിലും ഒരു തികഞ്ഞ കടുത്ത മത്സരം അവിടെ അടുത്ത കൊല്ലം നടക്കുമെന്നുള്ളതാണ് തീർച്ച. ഏതാണ്ട് 4000 വോട്ടിനാണ് ശിവൻകുട്ടി BJPയുടെ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത്. UDFനെ സംബന്ധിച്ചിടത്തോളം നേമം അടുത്ത തവണ ഒരു കടുത്ത പരീക്ഷണം തന്നെ ആയിരിക്കും. ആദ്യകാലത്ത് അങ്ങനെ അല്ലായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴൊക്കെ 2011 മുതലാണ് അതിനൊരു വ്യത്യസ്ത സ്ഥിതി ഉയർന്നു വന്നത്. മുന്നണി മര്യാദകൾ അനുസരിച്ച് അക്കൊല്ലമാണ് കോൺഗ്രസ് സീറ്റ് ജനതാദളിന് കൈമാറിയത്. അന്ന് മുതലാണ് കോൺഗ്രസിന് ഈ മണ്ഡലത്തിലെ കഷ്ടകാലം ആരംഭിച്ചത്. 2011 3ാം സ്ഥാനത്ത് എത്തിയതിനു ശേഷം 2016 അവസാനം മുന്നണിയിലേക്ക് കാലുമാറി വന്ന വി സുരേന്ദ്രൻപിള്ളയെ അവിടെ പരീക്ഷിച്ചുവെങ്കിലും സ്ഥിതി വ്യത്യസ്തം അല്ലായിരുന്നു. അക്കൊല്ലം UDFന് ഈ മണ്ഡലത്തിൽ കേവലം 13,860 വോട്ടാണ് ലഭിച്ചത്. 2021 ആകുമ്പോഴേക്കും ആദ്യഘട്ട ചർച്ചകളിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയും ആസ്ഥാന മണ്ഡലമായ തൻ്റെ പുതുപ്പള്ളിയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും കോൺഗ്രസിന് അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ഒടുവിൽ അന്ന് വടകര MP ആയിരുന്ന K മുരളീധരനെ കോൺഗ്രസ് അവിടെ പരീക്ഷിച്ചു. എങ്കിലും അതും ഫലം കണ്ടില്ല. അതിന് ഒരു കാരണം കോൺഗ്രസിൽ അന്ന് സ്ഥാനാർത്ഥി നിർണയം ഏറെ നീളുകയും മുരളീധരന് അത് കാരണം വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചരണത്തിന് അവസരം ലഭിച്ചത് എന്നുമാണ്. എന്നാലും 3ാം സ്ഥാനത്തെത്തുമ്പോൾ പോലും മുരളീധരൻ്റെ വോട്ട് നില 36,524 ഉയർത്തി. ഈ സാഹചര്യത്തിലാണ് UDF അടുത്ത കൊല്ലത്തെ തിരഞ്ഞെടുപ്പിൽ നേമത്തെ സമീപിക്കുക. തങ്ങളിൽ നിന്ന് അകന്നുപോയ നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ തിരിച്ചു പിടിച്ചാലേ ആ മണ്ഡലത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ KPCC നേതൃത്വത്തിന് തിരിച്ചറിവുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ നടക്കുന്ന പ്രാരംഭ ചർച്ചകളിൽ ഇവിടെ നേമത്ത് പാർട്ടി ചിഹ്നത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായ ഒരു ഗ്ലാമർ താരത്തിന് സ്ഥാനാർത്ഥിയാകാൻ KPCC തയ്യാറെടുക്കുന്നത്. അത്തരമൊരു നീക്കം ഗ്രൗണ്ട് സീറോയുമായി പങ്കുവെച്ച ഒരു മുതിർന്ന KPCC നേതാവ് പക്ഷേ പേര് പങ്കുവെക്കാൻ തയ്യാറായില്ല. നേമത്ത് ഇടതുപക്ഷ മുന്നണികൾക്കും NDAയ്ക്കും പുത്തൻ സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ള കാരണത്താലാണ് ഒരു വെളിപ്പെടുത്തൽ നടത്താൻ വിസമ്മതിച്ചത്. ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു സൂചന ലഭിച്ചാൽ KPCC ഇപ്പോൾ തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാമർ താരം ആരായിരിക്കും എന്നറിയാൻ നമ്മൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.